നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി ശുചീന്ദ്രത്തു നിന്ന് പുറപ്പെട്ട 300 രഥഘോഷയാത്ര അല്പസമയത്തിനുള്ളിൽ തക്കല കൽക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഘോഷയാത്രയ്ക്ക് ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ച ശേഷം പോലീസ് സേനയുടെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണറും നൽകും. വിവരങ്ങൾ നൽകാനായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജന, രഥഘോഷയാത്ര ഇപ്പോൾ കൽക്കുളം മഹാദേവ ക്ഷേത്രസന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. പോലീസ് സേനയുടെ ഭാഗത്തുനിന്ന് നൽകിയ, അതായത് കേരള തമിഴ്നാട് പോലീസ് സേനയുടെ ഭാഗത്തുനിന്ന് നൽകിയ ഗാർഡ് ഓഫ് ഓണർ അല്പസമയം മുമ്പാണ് കഴിഞ്ഞത്. അതിനുശേഷം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടെ പല്ലക്ക് ഇറക്കി വെക്കുകയും ചെയ്തു. ഇനി ക്ഷേത്രാചാരപ്രകാരമുള്ള ചടങ്ങുകളാണ്, ആരതി ഒഴിയുന്ന അടക്കമുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. രാവിലെ 6:30 ശുചീന്ദ്രം 300 ക്ഷേത്രത്തിൽ നിന്നാണ് രഥയാത്ര ആരംഭിച്ചത്. ആ രഥത്തിന്റെ പല്ലക്ക് തോളിലേറ്റിക്കൊണ്ട് നടന്നുകൊണ്ടാണ് ഈ രഥയാത്ര ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. രാവിലെ 6:45 ആരംഭിച്ച രഥയാത്ര അവിടെ നിന്ന് പുറപ്പെട്ട ശേഷം ശുചീന്ദ്രം ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തു. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്തതിനു ശേഷം പോലീസ് നൽകിയ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് രഥയാത്ര തുടർന്ന് ആരംഭിച്ചത്. കടന്നു വരുന്നവരിലെല്ലാം കൽക്കുളം മഹാദേവ ക്ഷേത്രം ലക്ഷ്യമാക്കി കടന്നു വരുന്ന വഴികളിലെല്ലാം ഭക്തജനങ്ങളുടെ ഒരു നിറഞ്ഞ സാന്നിധ്യം കാണാമായിരുന്നു, നിറഞ്ഞ സാന്നിധ്യം ദൃശ്യമായിരുന്നു. അവിടെയെല്ലാം ഭക്തജനങ്ങൾ ഈ രഥഘോഷയാത്രയ്ക്ക് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുകയും അമ്പലങ്ങളിലെല്ലാം രഥഘോഷയാത്ര നിർത്തി അവിടെയെല്ലാം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ കൽക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് കൽക്കുളം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും തമിഴ്നാട് കേരള പോലീസ് സേനയുടെ ഭാഗത്തു നിന്ന് സംയുക്തമായി ഒരു ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു. ഈ രഥഘോഷയാത്ര ഔദ്യോഗികമായി ഈ സേന പിന്തുടരുന്നുണ്ട്. അത് പണ്ട് തൊട്ടേ, അതായത് രാജഭരണകാലം തൊട്ട് ഒരു ആചാരത്തിന്റെ ഭാഗമായി കൈക്കൊണ്ടുകൊണ്ടാണ് ഈ രഥയാത്രയെ സേന പിന്തുടരുന്നത്. രണ്ട് സേനകളും, കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഭാഗത്തു നിന്നുള്ള പോലീസ് സേനകൾ ഇതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ യാത്ര പുറപ്പെടുന്നത്. രാവിലെ 6:45 പുറപ്പെട്ട യാത്ര കാൽനടയായാണ് പുറപ്പെട്ടത്. ഈ രഥം തോളിൽ ഇറങ്ങിക്കൊണ്ട് ഭക്തർ, അത് വ്രതനിഷ്ഠയോടുകൂടിയ ഭക്തർ ആ രഥം തോളിലേന്തിക്കൊണ്ട് നഗ്നപാതരായി നടന്നാണ് ഈ രഥഘോഷയാത്രയുമായി എത്തിയത്. അതിനുശേഷമാണ് കൽക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയത്. ഇതോടുകൂടി ഈ നവരാത്രി ഘോഷയാത്രയുടെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ, ഒന്നാം ദിവസം എന്ന നിലയിൽ സമാപനമാകും. നാളെ രാവിലെ തന്നെ കുമാരസ്വാമിയുടെ എഴുന്നള്ളത്തുണ്ടാകും 4 മണിയോടുകൂടി. അതിനുശേഷം കുമാരസ്വാമിയും അതുപോലെ തന്നെ കുമാരസ്വാമിയുമായി എഴുന്നള്ളത്ത് കഴിഞ്ഞതോടുകൂടിയാണ് പത്മനാഭപുരം കൊട്ടാരത്തിലെ ചടങ്ങുകൾ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും രണ്ടാം ദിന യാത്ര തിരുവനന്തപുരത്തേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക്, നവരാത്രി മണ്ഡപത്തിലേക്കുള്ള യാത്ര പുറപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കൽക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഈ യാത്ര എത്തിയിരിക്കുകയാണ്. നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി ശുചീന്ദ്രത്തു നിന്ന് പുറപ്പെട്ട 300 രഥഘോഷയാത്ര അല്പസമയത്തിനുള്ളിൽ കൽക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഘോഷയാത്രയ്ക്ക് ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ച ശേഷം പോലീസ് സേനയുടെ ഗാർഡ് ഓഫ് ഓണറും നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.